വെള്ളത്തിൽ വീണാൽ പൊട്ടിത്തെറിക്കുന്ന മെറ്റലുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം ഒക്കെ അത്തരത്തിലുള്ള മെറ്റലുകളാണ്. ഈ മെറ്റലുകൾ ജലവുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്ന് വലിയ അളവിൽ ഹൈഡ്രജൻ എന്ന വാതകം അവിടെ ഉണ്ടാകുന്നതാണ്. അതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള താപനില ഉയരുകയും വലിയൊരു സ്ഫോടനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. കടലിലുള്ള ഉപ്പുവെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സോഡിയമായിട്ടല്ല അതിൽ അടങ്ങിയിരിക്കുന്നത്, NaCl ആയിട്ടാണ്, അതായത് സോഡിയം ക്ലോറൈഡ് ആയിട്ടാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടാണ്. സോഡിയം നിൽക്കുമ്പോഴും അതൊരു കോമ്പൗണ്ടായിട്ട് മാറുമ്പോഴും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ജലത്തിലിട്ടത് കൊണ്ട് പൊട്ടിത്തെറിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുകയില്ല. എന്നാൽ സോഡിയമായിട്ട് തന്നെ നമ്മൾ ജലത്തിലിടുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രതിഭാസം സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രുചിയുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് രുചിയുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങൾ വായിൽ വെച്ച് കഴിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കാലുകൊണ്ട് അതൊന്ന് തൊട്ടു നോക്കി രുചി മനസ്സിലാക്കാൻ സാധിക്കുമോ? മനുഷ്യന് സാധിക്കുകയില്ല. എന്നാൽ എല്ലാവർക്കും സാധിക്കുകയില്ല എന്നും പറയാൻ കഴിയുകയില്ല. ചില ജീവജാലങ്ങൾക്ക് സാധ്യമാകും. ചിത്രശലഭം അങ്ങനെയുള്ള ഒരു ജീവജാലമാണ്. കാലുകൊണ്ട് അതിന് ടേസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കാലുകൊണ്ട് ടേസ്റ്റ് മനസ്സിലാക്കിയാണ് ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ അത് മുട്ടയിടുന്നത്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു വലിയ മദ്യപ്പുഴയുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നൊരു കാര്യമുണ്ട്. മദ്യത്തിൻ്റെ ഒരു വലിയ മേഘമുണ്ട്, ഒരു മോളിക്കുലാർ ക്ലൗഡുണ്ട്. സജിറ്റീരിയസ് ബി എന്ന പേരിലാണ് ആ ക്ലൗഡ് അറിയപ്പെടുന്നത്. നമ്മുടെ മിൽക്കി വേയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിൽ നിന്നും ഏതാണ്ട് 390 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷം യാത്ര ചെയ്യുന്ന അത്രയും ദൂരമാണ്. അതായത് 390 വർഷം പ്രകാശം യാത്ര ചെയ്താൽ അവിടെ എത്തിച്ചേരുന്നതാണ്. ആ മേഘത്തിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മദ്യത്തിൻ്റെ അളവ് അത് അതിഭീകരമാണ്. നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ ഇന്നുവരെ നിർമ്മിച്ചിട്ടുള്ള മദ്യത്തേക്കാൾ കൂടിയ അളവിലായിരിക്കും അത് ലഭ്യമാവുക. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും എല്ലാ മാറ്ററുകളും ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന്. എന്നാൽ അത് ശരിയാണോ? അല്ല. ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടാത്ത മാറ്ററുകളും ഇവിടെ ഉണ്ട്. ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള മാറ്റർ 5% മാത്രമാണെങ്കിൽ ഇത് 27%. അവശേഷിക്കുന്ന 68% ഡാർക്ക് എനർജിയാണ്. പറഞ്ഞു വരുന്നത് ഡാർക്ക് മാറ്ററിനെ കുറിച്ചാണ്. അതെന്താണെന്ന് നമുക്കറിയുകയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഡാർക്ക് മാറ്റർ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ഗാലക്സിയാണ്. ഗാലക്സി അതിഭീകരമായ വേഗതയിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വേഗതയിൽ അത് കറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾ അതിൽ നിന്നും തെറിച്ചു പോകേണ്ടതാണ്. കാരണം ആ നക്ഷത്രങ്ങൾക്ക് മതിയായ മാസ് അല്ലെങ്കിൽ പിണ്ഡമില്ല. അതിൻ്റെ അർത്ഥം അതിനേക്കാളൊക്കെ പിണ്ഡമേറിയിട്ടുള്ള അദൃശ്യമായിട്ടുള്ള എന്തോ വലിയ പദാർത്ഥങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പോലും നമുക്കറിയുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ഇടയിലൂടെ അത് കടന്നു പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ളിലൂടെ അത് കടന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് തിരിച്ചറിയാൻ പോലും നമുക്ക് സാധ്യമാകുന്നില്ല. ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, പരിശോധിച്ച് നോക്കാം. സൺ ഡോഗ് അല്ലെങ്കിൽ പർഹേലിയ എന്ന ഒരു പ്രതിഭാസമാണ് നിങ്ങളിവിടെ കാണുന്നത്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉദിക്കുന്ന സമയത്തോ സൂര്യൻ്റെ 2 വശങ്ങളിലായിട്ട് ഓരോ സൂര്യനെ കൂടി കാണാൻ സാധിക്കും. അതായത് മൊത്തം 3 സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവിടെ ഒരൊറ്റ സൂര്യനേ ഉള്ളൂ. 3 സൂര്യനായിട്ട് തോന്നിപ്പിക്കുന്നത് അവിടെ നടക്കുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഈ പ്രതിഭാസം നടക്കുന്ന സമയത്ത് അവിടെ മേഘങ്ങൾ കാണും. സാധാരണഗതിയിലുള്ള മേഘങ്ങളല്ല, സിറിയസ് മേഘങ്ങൾ കാണും. ആ മേഘങ്ങളുടെ പ്രത്യേകത ആ മേഘങ്ങളിൽ ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടെന്നുള്ളതാണ്. ആ ഐസ് ക്രിസ്റ്റലുകൾക്ക് ഹെക്സഗണൽ ഷേപ്പാണ് ഉള്ളത്. ആ ഹെക്സഗണൽ ഷേപ്പുള്ള ഐസ് പ്രസത്തിലൂടെ സൂര്യൻ്റെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രസത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പ്രകാശം അവിടെ ബെൻഡ് ചെയ്യുന്നതാണ്. അതിനെ തുടർന്ന്
മറ്റൊരു സൂര്യനായിട്ട് രണ്ട് വശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം മൊറോക്കോയിൽ ഒരു ഭൂകമ്പം നടന്നിരുന്നു. അതിന് തൊട്ടു മുൻപുള്ള ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. ആകാശത്ത് നമുക്ക് വെളിച്ചം കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് അവിടെ ഭൂകമ്പവും സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് എർത്ത് ക്വേക്ക് ലൈറ്റ്സ്. ഇത് വളരെ വിചിത്രമായിട്ടുള്ള, വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് ഇതുവരെ നമുക്ക് കൺക്ലൂസീവ്ലി മനസ്സിലാക്കാൻ സാധ്യമായിട്ടില്ല. ചില അനുമാനങ്ങളുണ്ട്. ഒരു അനുമാനം പീസോ ഇലക്ട്രിക് എഫക്റ്റാണ്. ഭൂകമ്പം സംഭവിക്കുന്ന സമയത്ത് അവിടെയുള്ള പാറകളിൽ വലിയ രീതിയിലുള്ള മർദ്ദം അനുഭവപ്പെടുന്നതാണ്. ആ സ്ട്രെസ്സിനെ തുടർന്ന് അവിടെ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകുന്നു. പീസോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കാരണം ഉണ്ടായി വരുന്ന വൈദ്യുതിയുടെ സഞ്ചാരമാണ്, അല്ലെങ്കിൽ പ്രവാഹമാണ്. അത്തരത്തിലുണ്ടാകുന്ന വൈദ്യുതി നേരെ ആകാശത്തേക്ക് ഒരു ഇടിമിന്നൽ പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, നമുക്ക് അറിയാൻ സാധിക്കാത്ത അതിഭീകരമായ അളവിലുള്ള ഊർജ്ജമുണ്ട്. അതെന്താണെന്ന് പോലും നമുക്കറിയുകയില്ല. പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും അറിയാം അത്തരത്തിലുള്ള ഒരു ഊർജ്ജം ഇവിടെ ഉണ്ടെന്ന്. ഗവേഷകർ അതിനെ ഡാർക്ക് എനർജി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവിടെ ഡാർക്ക് എന്ന പദം വന്നിരിക്കുന്നത്. ഇതൊരു ഊർജ്ജമാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ അത്രയും അധികം അളവിലുള്ള ഡാർക്ക് എനർജി ഉണ്ടെന്ന്? അതിൻ്റെ കാരണം പ്രപഞ്ചത്തിൻ്റെ വികാസമാണ്. പ്രപഞ്ചം അതിഭീകരമായ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഉത്തരം പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഡാർക്ക് എനർജിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആ ഡാർക്ക് എനർജിയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ഒരു ദൃശ്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. സൂര്യൻ്റെ പ്രകാശം കാരണം, വൃക്ഷത്തിലെ ഇലകൾ കാരണം ഉണ്ടാകുന്ന നിഴലാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ നിഴലിൻ്റെയൊക്കെ അറ്റത്തു കൂടെ വരുന്ന സൂര്യൻ്റെ പ്രകാശം ഒരു ചന്ദ്രക്കലയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ സമയത്ത് സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ രൂപം ചന്ദ്രക്കലയുടെ രൂപത്തിലാണ് കാണാൻ കഴിയുന്നത്. സൂര്യനെ നമുക്കൊരു പോയിൻ്റ് സോഴ്സ് ആയിട്ടാണ് സാധാരണഗതിയിൽ സൂര്യഗ്രഹണമൊന്നും ഇല്ലാത്ത സമയത്ത് കാണാൻ സാധിക്കുക. അങ്ങനെ ഒരു പോയിൻ്റ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിഴൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ചന്ദ്രക്കലയോ അത്തരത്തിലുള്ള ഷേപ്പുകളോ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് സൂര്യൻ്റെ ഷേപ്പ് ചില ഘട്ടത്തിൽ ഒരു ചന്ദ്രക്കലയുടെ രൂപമായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് അത് സൃഷ്ടിക്കുന്ന നിഴലിന് ചന്ദ്രക്കലയുടെ, അല്ലെങ്കിൽ ആ നിഴലിൻ്റെ അറ്റത്ത് ചന്ദ്രക്കലയുടെ രൂപം കാണാൻ സാധിക്കുന്നത്. ഇതിനെ നമ്മൾ പിൻ ഹോൾ എഫക്റ്റ് എന്ന് പറയാറുണ്ട്. പ്രകാശത്തേക്കാൾ വേഗതയിൽ പദാർത്ഥങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ സാധിക്കും. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ബഹിരാകാശത്തൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷേ അതൊരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെയോ അല്ലെങ്കിൽ ജലത്തിലൂടെയോ ഒക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ വേഗത കുറയുന്നതാണ്. ജലത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിനേക്കാൾ വേഗതയിൽ ചില ചാർജ്ഡ് പാർട്ടിക്കിൾസിന് സഞ്ചരിക്കാൻ സാധ്യമാകും. അങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ അവിടെ ചെറങ്കോവ് റേഡിയേഷൻ എന്ന ഒരു റേഡിയേഷൻ സംഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറങ്കോവ് റേഡിയേഷനാണ്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിലാണ് ഇത്തരത്തിലുള്ളൊരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ശരീരത്തിന് പ്രകാശത്തെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? മിന്നാമിനുങ്ങുകൾ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അത്രയും തീവ്രമായ രീതിയിൽ സാധിക്കുകയില്ല. പക്ഷേ വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള അളവിൽ മനുഷ്യൻ്റെ ശരീരം പ്രകാശത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്ന് മാത്രം. കാരണം അത്രയധികം കുറഞ്ഞ അളവിൽ മാത്രമാണ് ആ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഉള്ളത്. ബയോ ഫോട്ടോൺ എമിഷൻ എന്ന പേരിലാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരം മുഴുവനും സെല്ലുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണല്ലോ. ആ സെല്ലുകളുടെ ഉള്ളിൽ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിൽ ചില കെമിക്കൽ റിയാക്ഷനുകൾ നടക്കാറുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ പ്രകാശം ഒരു ബൈ പ്രോഡക്റ്റായിട്ട്, അല്ലെങ്കിൽ ഫോട്ടോൺസ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ബേസിക് ബ്ലോക്കാണ്. നമ്മുടെ ശരീരത്തിൽ ഉള്ള സെല്ലുകൾ പോലെ ഉള്ള ഒരു ബേസിക് ബ്ലോക്ക്. അങ്ങനെയുള്ള ഫോട്ടോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വളരെയധികം ചെറിയ അളവിലാണെന്ന് മാത്രം നമുക്ക് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. പാരീസിലെ മനോഹരമായിട്ടുള്ള ഇഫൽ ടവർ അല്ലെങ്കിൽ ഇഫൽ ഗോപുരം, അത് എല്ലാ വർഷവും ഒരു 15 സെൻറ്റിമീറ്റർ വളരാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? വളരാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അത് പഴയ രൂപത്തിലേക്ക് മാറാറുമുണ്ട്. വേനൽക്കാലമാകുന്ന സമയത്താണ് ഇഫൽ ടവർ വളരുന്നത്. അതിൻ്റെ കാരണം തെർമൽ എക്സ്പാൻഷനാണ്. ഹീറ്റ് കാരണം, ചൂട് കാരണം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ.
കാരണം അത് തടി കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗോപുരമല്ല, മറിച്ച് ലോഹങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗോപുരമാണ്. അത് സൂര്യൻ്റെ പ്രകാശം കാരണം അല്പമൊന്ന് വളരുന്നതാണ്, 15 സെൻറ്റിമീറ്റർ വളരുന്നതാണ്. വേനൽക്കാലം മാറുമ്പോൾ അത് പഴയ വലിപ്പത്തിലേക്ക് തന്നെ മാറുന്നതാണ്. അടുത്ത വർഷം വീണ്ടും അത് 15 സെൻറ്റിമീറ്റർ വളരുന്നതാണ്. മരങ്ങളില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. മരങ്ങൾ അത്യാവശ്യമാണ്. പക്ഷേ മരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ഒരു ജീവജാലമുണ്ട്. ആ ജീവജാലം ഇപ്പോഴും ഭൂമിയിൽ യഥേഷ്ടം ജീവിക്കുന്നുമുണ്ട്. പറഞ്ഞു വരുന്നത് ഷാർക്കുകളെക്കുറിച്ചാണ്. ഗവേഷകർ പറയുന്നത് ഷാർക്കുകൾ ഉണ്ടായിട്ട് 40 കോടി വർഷമെങ്കിലും ആയിട്ടുണ്ടെന്നാണ്. പക്ഷേ മരങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് വെറും 35 കോടി വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് മരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ജീവജാലമാണ് ഷാർക്കുകൾ. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.